കുഞ്ഞു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 2 എപ്പിസോഡ് 6 ആണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവർ 4 പേരും കൂടെ നമ്മുടെ സിൽവയുടെ സഹായത്തോടു കൂടി പുറത്തേക്ക് വരുമായിരുന്നു. പെട്ടെന്നാണ് സമന്തയ്ക്ക് ബോധം വന്ന പോലെ അവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നിർത്തിയിട്ട് സമന്തനെ കിടത്താനായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് സമന്ത അവിടെ കിടക്കുന്നുണ്ട്. ഈ ടൈമിൽ പതുക്കെ അവൾ കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ആർത്തറെ നോക്കിയിട്ട് പറയും ചെയ്യും, നിന്നെ കാണാൻ മാസ്ക് ഇല്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി. ഈ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ, നിന്റെ എനർജിയൊക്കെ നീ ഒന്ന് സേവ് ചെയ്യാൻ നോക്ക്. ആ ടൈമിൽ അവൾ പറയും ചെയ്യും, ഞാനവിടെ കിടന്നപ്പോൾ എനിക്ക് 2 സാധനം കണ്ടെത്താൻ സാധിച്ചു. അതിലൊന്ന് നമ്മുടെ ആർത്തറിൻ്റെ മാസ്കും പിന്നെ അവർ ഡിഫീറ്റ് ചെയ്ത ആ ഒരു മോൺസ്റ്ററിൻ്റെ കോറുമായിരുന്നു. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇത് നീ തന്നെ എടുത്തോ. പക്ഷേ ആർത്തർ പറയും ചെയ്യും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത് വിറ്റിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് എല്ലാവർക്കും ഈക്വലി ഷെയർ ചെയ്തെടുക്കാം. ആ ടൈമിൽ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, കാര്യം നീയാണ് ഇത് കൂടുതൽ ഡിസർവിങ് ആയിട്ടുള്ളത്. ഈ ടൈമിൽ എജിൻ നോക്കാനടുത്ത് അവനും പറയുന്നുണ്ട്, അയ്യോ എന്നെ നോക്കിയൊന്നും വേണ്ട, എനിക്കിത് വേണ്ട. അങ്ങനെ അവസാനം സമന്തയും പറയുന്നുണ്ട്, എൻ്റെ ജീവൻ രക്ഷിച്ചത് തന്നെ നീയാണ്, സോ ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആർത്തർ അത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നമ്മുടെ സമന്തയുടെ ആ ഒരു പൾസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവളാട്ടെ നന്നായിട്ട് വീക്കായിട്ടിരിക്കുവാണ്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ എജിനും കൂടെ പോയി പുറത്ത് പോയി സഹായം തേടുക, ഞാനെന്തായാലും ഇവളുടെ കൂടെ ഇവിടെ തന്നെ ഇരിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ട്രാവൽ ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ടൈമിൽ എജിൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബാഗ് ഇവിടെ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരത്തെ എടുത്തു വെച്ച ബാഗ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ആർത്തറാട്ടെ ഒരു കത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ മാനെ യൂസ് ചെയ്ത് അവൻ്റെ ഫാമിലിക്ക് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യും. എന്നിട്ട് ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല സിൽവി, നീ എപ്പോഴാണ് ഇങ്ങനെ വലുതായത്? നീ ബാക്കിയുള്ള ബീസിനൊക്കെ കഴിച്ചതുകൊണ്ടാണ്? പിന്നെ അല്ലാതെ ഞാൻ കുറേ കഴിച്ചതെന്ന് അവൾ പറയുകയും ചെയ്യും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോഴും പഴയ പോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? അതിനെന്താ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു കൊച്ചു പൂച്ച കുഞ്ഞുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആർത്തർ എപ്പോഴും ഫുള്ളി ഹീൽ എന്ന് പോയിട്ടില്ലായിരുന്നു. പിന്നെ അവൻ ഉറപ്പായിരുന്നു അവരെന്തായാലും പോയിട്ട് വരാൻ കുറച്ചധികം മണിക്കൂറുകളെടുക്കും. അതുകൊണ്ട് തന്നെ ആ ബീസ്റ്റ് കോർ യൂസ് ചെയ്ത് അതിനകത്തുള്ള മാനെ അവൻ അബ്സോർവ് ചെയ്തുകൊണ്ട് ഹീൽ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഈ ടൈമിൽ ആർത്തറിൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അവൻ പറയുന്നുണ്ട്, ലൂക്കസ്, എത്ര നാളെടുത്തിട്ടാണെങ്കിലും കൊള്ളാം, ഞാൻ എൻ്റെ പ്രതികാരം നിൻ്റെ മേൽ ഉറപ്പായിട്ടും വീട്ടുന്നതാണ്. പിന്നെ കാണിക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിനെയാണ്. അവരായിട്ട് അവിടെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ ബോഡിയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല സമന്തയായിട്ട് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ്. ഈ ടൈമിലായിട്ട് ആർത്തർ അവിടെ ഇരിക്കാൻ നേരത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവർ വിശദമായിട്ട് തന്നെ അവിടെ റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ആർത്തർ പറയുന്നുണ്ട്, എനിക്കറിയാം ഇത് കുറച്ച് റെയറായിട്ട് നടക്കുന്ന ഒരു ഫിനോമിനയാണെന്ന്, പക്ഷേ സംഭവിച്ചല്ല ഞങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞില്ല. ആ ടൈമിൽ കാസ്പിയൻ പറയുന്നുണ്ട്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞു ശരിയാണ്, എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുക്ക്, അവസാനത്തെ ഹിയറിങ്ങിന് മുമ്പ് ഞാൻ എന്തായാലും നിങ്ങളെ വിളിപ്പിക്കാം. പെട്ടെന്നാണ് വാതിൽ തുറന്നുകൊണ്ട് കുറച്ച് പേര് അവിടേക്ക് വരുന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, ലൂക്കസ് ആയിരുന്നു. ലൂക്കസിനെ കണ്ടപ്പോൾ തന്നെ ജാസ്മിനും എജിനും കൂടെ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ആർത്തർ പറയും ചെയ്യും, വേണ്ട. എന്നിട്ട് ആർത്തർ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ടൈമിൽ അവൻ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ബാക്കിയുള്ളവരൊക്കെ എന്തേ? അവരൊക്കെ മരിച്ചു പോയോ? ഇനി എങ്ങനെ നിങ്ങളവരെ ബിട്രേറ്റ് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? ഇത് കേൾക്കാൻ നേരത്ത് കാസ്പിന് ദേഷ്യം വരും. അവൻ പറയുന്നുണ്ട്, ലൂക്കസ് മര്യാദക്ക് സംസാരിച്ചോണം. പക്ഷെ പെട്ടെന്നായിരുന്നു എന്തോ ഒന്ന് നമ്മുടെ ലൂക്കസിന്റെ നേരെ വന്നത്. ലൂക്കസ് അവിടെ പേടിച്ചു പോയിട്ടുണ്ട്. അതാട്ടെ നമ്മുടെ ആർത്തറിന്റെ സോഡായിരുന്നു. യങ് മാസ്റ്റർ, താങ്കളുടെ ചെവി. അപ്പോഴാണ് ലൂക്കസ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ സോഡ് കാരണം അവൻ്റെ ചെവി മുറിഞ്ഞിട്ടുണ്ട്. ചോര കാരണം അവൻ കിടന്ന് കാറാൻ തുടങ്ങും. ആർത്തർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ലൂക്കസിൻ്റെ നേരെ നടക്കുന്നുണ്ട്. ആർത്തറിൻ്റെ ഫുള്ള് കൺട്രോൾ പോയിട്ടുണ്ട്. പതുക്കെ അവൻ അടുക്കാൻ നേരത്ത് ലൂക്കസ് പറയുന്നുണ്ട്, അവനെ വിടല്, എല്ലാവരും പിടിക്കാൻ നോക്കുന്ന പറയാൻ നേരത്ത് അവരെല്ലാവരും നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ ഒരു ഞൊടി ഇടയിൽ തന്നെ ആർത്തർ അവരെല്ലാവരും ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ടൈമിലായിട്ട് കാസ്പിയൻ പറയുന്നുണ്ട്, നോട്ട്, നീ ഇപ്പോൾ അവനൊന്നും ചെയ്യില്ലേ, ഹിയറിങ്ങിന് മുമ്പ് നീ അവനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രശ്നമായി മാറുമെന്ന് പറയാൻ നേരത്ത് ആർത്തർ തൻ്റെ കൈയും പൊക്കിക്കൊണ്ട് ലൂക്കസിൻ്റെ നേരെ വന്നിട്ടുണ്ട്. ലൂക്കസ് പേടിച്ച് തല താത്തിയപ്പോൾ നമ്മുടെ ആർത്തറായിട്ട് അവൻ്റെ സോഡിലാണ് കയറി പിടിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ സോഡ് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാണ്, അത് തിരിച്ചെടുക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൂക്കസിനെ അവർ നേരെ മെഡിക്കൽ വാർഡിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ കാസ്പിയൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഒന്നും ചെയ്യാൻ ഞാൻ നന്നായി, നീ ഇപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറിയെന്നും. അതെന്താണ് വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ആർത്തർ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുവാണോ? ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് തോന്നുന്നുണ്ടോ ലൂക്കസിനെ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്ന്? ഇത് കേൾക്കാൻ നേരത്തെ കാസ്പിയൻ ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയും ചെയ്യും, ഞാൻ ഒരിക്കലും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഐഡന്റിറ്റി ഇപ്പോഴും ഹിഡനാണ്. നിന്റെ ഫാമിലി ബാക്കിയുള്ള കാര്യങ്ങളും ആർക്കും തന്നെ അറിയാൻ പറ്റില്ല. പക്ഷേ ലൂക്കസിൻ്റെ പുറകിൽ അവൻ്റെ ഒരു ചേട്ടനുണ്ട്, അവൻ്റെ ഒരു ഹാഫ് ബ്രദറുണ്ട്. അവനെന്തായാലും ഇപ്പോൾ തൊടാൻ പോലും പറ്റത്തില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ നീ എന്തെങ്കിലും കാണിച്ചു തന്നാൽ അത് നിനക്കും നിന്റെ ഫാമിലിക്കും ദോഷമായി മാറുന്നതാണ്. ഈ ടൈമിൽ നോട്ട് പറയുന്നുണ്ട്, ആ മതി, എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവൻ നടന്ന് അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് പറയും ചെയ്യും,
എനിക്കറിയാം നിനക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെ ഊരാൻ പറ്റും എന്നുള്ള കാര്യം നീ പറയാൻ നോക്ക്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. എന്നിട്ട് കുറച്ചധികം സമയത്തിന് ശേഷം ആർത്തറായിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഏജും പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഞാൻ ഓർത്ത് നീ അവനൊന്ന് കൊന്നത്. സമയമായിട്ടില്ലെന്നോ? അതെ. എന്നിട്ട് നേരെ പുറത്തേക്ക് നടന്നു പോവാണ്. ഈ ടൈമിൽ പറയുന്നുണ്ട്, എന്തായാലും ഹിയറിങ്ങിന് കുറച്ചുകൂടെ സമയമുണ്ട്, ഞാൻ എന്തായാലും സിലിബിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പുറത്തേക്ക് പോയത്. പിന്നെ കാണിക്കുന്നത് ആ ഹിയറിംഗ് നടത്തുന്ന ആ ഒരു കോർട്ട് റൂമാണ്. അവിടേക്ക് കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരുത്തനായിട്ട്, അതായത് അവിടുത്തെ ജഡ്ജായിട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയുകയും ചെയ്യും, റിപ്പോർട്ട്സൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു, അതുകൊണ്ട് തന്നെ എൻ്റെ വിധി ഞാനിവിടെ പറയാൻ പോകുവാണ്. ലൂക്കസ് എന്തായാലും ഇനി മുതൽ ഒരു A+ ക്വഞ്ചർ ആയിരിക്കത്തില്ല. നിന്നെ ഞാൻ ഒഫീഷ്യലി ഇവിടുന്ന് ഡിസ്മാൻഡിൽ ചെയ്യുവാണ്. പക്ഷേ നിന്നെ ഗിൽഡ് പറയുന്ന അത്ര നാൾ വരെ ആയിരിക്കും ആ ഒരു കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ നിന്റെ കാർഡ് കൈമാറാൻ നോക്ക്. അങ്ങനെ ലൂക്കസ് ആട്ടെ അവൻ്റെ കാർഡ് കൈമാറുന്നുണ്ട്. ഈ ടൈമിൽ ആർത്തർ ഇത് പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. കാര്യം അത്രത്തോളം പിടിപാട് നമ്മുടെ ലൂക്കസിനുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. പിന്നുള്ളത് അജൂമിനേറ്റർ നോട്ടാണ്. സോ ഇവരാണല്ലേ ആ ഒരു S+ ബീസിന് ഒറ്റയ്ക്ക് നേരിട്ടത് എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായി തന്നെ നോക്കി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിനക്ക് തരുന്ന വിധി എന്നാന്ന് വെച്ചാൽ സൈറസ് സിറ്റിയിൽ നിന്ന് നിന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് ലൂക്കസ് അക്കാഡമിക് പീരീഡ് തീർക്കുന്നവരെ മാത്രമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വിധി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തറായിട്ട് അതിനെ ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഇതെന്ത് വിധിയാണ്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? ലൂക്കസ് ആണ് ഞങ്ങളെ ബിട്രേ ചെയ്തത്. ലൂക്കസ് ബിട്രേ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും കോൺസിക്വൻസ് ഉണ്ടായത് തന്നെ. അപ്പോൾ അവന് വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കാണ് പ്രശ്നം. പ്ലീസ്, ഇതൊരു ഡിസ്കഷൻ അല്ല, ഇത് ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിന്റെ ലൈസൻസ് ഞങ്ങളിപ്പോൾ റിവോക്ക് ചെയ്തത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിനക്കൊരു അഡ്വഞ്ചറായിട്ട് ഇവിടെ തുടരാവുന്നതാണ്, വൈക്കസ് ഫാമിലിയുടെ അടുത്ത് നീ എത്തിയില്ലെങ്കിൽ മാത്രം. എന്നാൽ ഇതൊക്കെ കാലത്ത് ലൂക്കസും ഒന്ന് ഞെട്ടി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അല്ല അതെന്ത് കാര്യമാണ്? അപ്പോൾ അവൻ്റെ ഐഡന്റിറ്റിയോ? അവൻ എങ്ങനെ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്ത്, അവൻ്റെ ഒറിജിനൽ ഐഡന്റിറ്റി യൂസ് ചെയ്ത് എന്നെ എൻ്റെ ഫാമിലിയെ ഹാം ചെയ്യാൻ നോക്കിയല്ലോ എന്ന് നമ്മുടെ ലൂക്കസ് ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ നോട്ടിൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിന്നെയും നിന്റെ കുടുംബത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് ഫോർമാലിറ്റീസ് ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എന്തായാലും സെൻറ്റൻസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ ടൈമിലാട്ടെ ലൂക്കസിനെ വിളിക്കാനായിട്ട് കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്. ലൂക്കസ് ആട്ടെ പറയുകയും ചെയ്യും, നീ എന്തായാലും സൂക്ഷിച്ചോ, നീ എൻ്റെ അടുത്തെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ തീർന്നതാണ്. ഈ ടൈമിൽ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഈ ഇച്ചിരിയില്ലാത്ത ഭീഷണി കൊണ്ട് നിനക്ക് എന്നെ പേടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ ആർത്തറായിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് ലൂക്കസും ഞെട്ടിത്തെളിച്ചു പോയി. എന്നിട്ട് ലൂക്കസിനെ കൊണ്ട് അവൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ പോകുന്നുണ്ട്. ഈ ടൈമിലായിട്ട് ആർത്തറിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അവിടുത്തെ ആ ഒരു ജഡ്ജ് അവിടേക്ക് വന്നിട്ട് പറയുകയും ചെയ്യും, കുഴപ്പമില്ല, ഞാൻ തന്നെ ആർത്തറിനെ ബാക്കിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളാം. മിസ്റ്റർ നോട്ട്, ഞങ്ങൾ കാരണം താങ്കൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ കോപ്പറേഷനിൽ നന്ദിയുണ്ട്. നന്ദി എന്നും പറയുന്നു വേണ്ട, പക്ഷെ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഇനി എന്തായാലും താങ്കൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് മാത്രമല്ല, വൈക്കസ് ഫാമിലിയുടെ ഫ്രണ്ടിൽ എത്ര നാൾ ഈ കള്ളം ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ ടൈമിൽ അവൻ പറയുന്നുണ്ട്, പേടിക്കേണ്ട യുവർ ഓണർ, ഞാൻ എന്തായാലും ആ കാര്യം സൂക്ഷിച്ച് തന്നെ നടന്നോളാം. എന്നിട്ടാട്ടെ ഒരു ഡോറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ആർത്തറാട്ടെ അതിൻ്റെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യും. ഈ ടൈമിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ താങ്കൾക്ക് ചെയ്തതെന്ന ഉപകാരം താങ്കൾ എന്തെങ്കിലും തിരിച്ച് ഞങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഉറപ്പായിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഒരു കാര്യവും ഞാൻ അങ്ങനെ മറക്കാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തറാട്ടെ അതിൻ്റെ അകത്ത് നടന്നു പോകുന്നുണ്ട്. ഈ ടൈമിലാട്ടെ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ശരിയാണ്, കാസ്പിയൻ പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ്, ഇവൻ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.